പഴയതുപോലെ കവലപ്രസംഗം നടത്തിയാലൊന്നും ഇത്തവണ വോട്ട് കിട്ടില്ല. ശക്തനായ എതിരാളിയാണ് മുന്നിൽ നിൽക്കുന്നത്. നാട്ടുകാരുടെ നോമിനിയായിട്ടാ പാർത്ഥൻ മത്സരിക്കുന്നത്. അവിടെയാണ് തനിക്ക് തെറ്റിയത്. എടോ, വോട്ടർമാരുടെ മനഃശാസ്ത്രം രാഷ്ട്രീയക്കാരനായ തനിക്കറിയില്ലേ? എടോ കോപ്പെ, വർഷങ്ങളായി അവരാഞ്ഞു കുത്തി ശീലിച്ച ചിഹ്നമാ നമ്മുടേത്. എതിരാളികൾ ഇനി എന്ത് കളി കളിച്ചാലും പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം അവർ ആ ചിഹ്നത്തിലെ കുത്തും. ഇല്ല മുതലാളി, ഇക്കാര്യത്തിൽ ഞാൻ MLA യാക്കര പ്രഭാർ സാറിന്റെ പക്ഷത്താ. ഇത്തവണ ആ കളി നടക്കുമെന്ന് തോന്നുന്നില്ല. 10 പുത്തനെറിഞ്ഞാലേ വോട്ട് പിടിക്കാൻ പറ്റും. തിരഞ്ഞെടുപ്പിൽ കലൈജർ തമിഴ്നാട്ടിൽ കളിച്ച കളി വേണം മുതലാളി ഇവിടെ കളിക്കാൻ. തിരുവാതിരക്കളിയോ? അവിടുത്തെ വോട്ടർമാർക്ക് അരിയും ടിവിയും സാരിയൊക്കെ കൊടുത്തപ്പോ വോട്ട് മുഴുവൻ പറ്റിയില്ലായില്ലേ? പിന്നെ തലവിടെ പൊടി പോലും കണ്ടില്ല. ആ കളി വേണം ഇവിടെ കളിക്കാൻ. ഉടുക്കാൻ തുണിയും കെടുക്കാൻ വീടും അടിക്കാൻ ചാരായവും കൊടുക്കണം. നാട്ടുകാർക്ക് നേട്ടമുണ്ടായാൽ വോട്ടുകോട്ടുകൾ മറിയും. അവൻ 8 നിലയിൽ പൊട്ടും. ഗുഡ്. തലയേക്കാൾ ബുദ്ധി വാലിനുണ്ട്. അതിപ്പോഴേ അറിഞ്ഞുള്ളൂ. ലിസ്റ്റ് എഴുത്. സ്ത്രീ വോട്ടർമാർക്കെല്ലാം സെറ്റുമുണ്ട്. അതുപോലെ വീടിനടിക്കാൻ നമ്മുടെ കൊടിയുടെ കളറുള്ള പെയിന്റ് പോരെ? ധാരാളം. പുരുഷന്മാർക്കെല്ലാം അടിക്കാൻ ഓരോ പൈന്റ്. ഓരോ പൈന്റ് മതി ധാരാളം. നമ്മുടെ ആളുകൾ ഇവിടെ മാത്രം കുത്തിയിരുന്ന് വരച്ചാ പോരാ. നമ്മുടെ ബാനറുകളും പോസ്റ്ററുകളും കൃഷ്ണപുരം മുഴുവൻ നിറയണം. അവൾ ഒന്നൊട്ടിച്ചാൽ നമ്മൾ 9 ഒട്ടിക്കും. എന്തിനാ 9 ആക്കുന്നത്? 50 ഒട്ടിക്കാം. തെണ്ടി പിരിഞ്ഞ് കിട്ടിയതേ 4000 ഉലുവയാ. അത് വെച്ചാ കൃഷ്ണപുരം നിറയ്ക്കാൻ പോകുന്നത്. നിന്റെ ഗതി അതോ ഗതി. കരിനാക്ക് വളച്ചൊന്നും പറയാതെ ഒരുത്തെ കിടക്കണ കിടപ്പ് കണ്ടോ? അവനെ ഇന്ന് ഞാൻ ചവിട്ടി താഴേക്കിടും. എന്താ വാർത്ത? ഇവൻ പറഞ്ഞേ കേട്ടോടെ. നീയല്ലേ കവലയിൽ വെച്ച് വിളിച്ചു കൂവിയത് തമ്പിക്കെതിരെ പാർത്ത മത്സരിക്കുന്നു? ഞാൻ പലപ്പോഴും പലതും പറയും. ചിലതൊക്കെ ചീറ്റി പോവുകയും ചെയ്യും. പണം വാരി എറിഞ്ഞിട്ടായിരിക്കും അയാളുടെ കളി. എന്റെ കയ്യിൽ എന്ത് പിണ്ണാക്കുള്ളത്? ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തോ പണക്കൊഴുപ്പിലായിരുന്നില്ല ചെഗ്യുവേര ക്യൂബ പിടിച്ചടക്കിയത്. തോക്കിൻകുഴലിലൂടെ മാവോസത്വം നയിച്ച വിപ്ലവവും സാമ്പത്തികത്തിൽ അധിഷ്ഠിതമല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വെഞ്ഞിരിക്കും കേട്ടാ. ആ ബാക്കിൽ തൂങ്ങിക്കിടക്കാൻ ബക്കോലും കിട്ടി ഞാൻ തീ വെക്കൂട്ടോ. എന്താണ് അങ്ങനെ കിണിക്കുന്നത്? ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? അതല്ല, നീ ആരും കൊമ്പി തുണിയില്ലാതെ നഗ്നനായി കിടക്കുന്നത് ഓർത്ത് ചിരിച്ചു പോയതാ. നീ ഇടുത്താ പൊത്തത്തെ പണിക്ക് കൊണ്ട് വല്ല കാര്യമുണ്ടാ? ഇതുകൊണ്ടൊന്നും ഓട്ട് കിട്ടില്ല മോനെ. ഈ കാറിനുള്ളിരിക്കുന്ന ലക്ഷങ്ങളാ. അത് വെച്ചാ മുതലാളുടെ കളി. നാട്ടിലെ പെണ്ണുങ്ങൾ കൊടുക്കാൻ സെറ്റ്, വീടിനടിക്കാൻ പെയിന്റ്, കുടിയന്മാർക്ക് കുടിക്കാൻ പൈന്റ്. വേണ്ട, പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കണോ? പോട്ടെ സിസ്റ്ററെ. സെറ്റുമുണ്ടു. എടേ, അവൻ പറഞ്ഞിട്ട് പോയി നീ കേട്ടില്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച ഇങ്ങോട്ട് മാറി. നീ ഇതെങ്ങോട്ടാ? അവൻ എങ്ങോട്ടാണോ അങ്ങോട്ട്. അവന് വട്ട്, ഇതിന് മുഴുവട്ട്. തെരഞ്ഞെടുപ്പിൽ തോക്കെന്ന് പറഞ്ഞപ്പോ കാറിന് മുമ്പിച്ചാരി ആത്മഹത്യ വന്നതാ. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയാണ്. വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാനുള്ളതല്ല. മനസാക്ഷിയുടെ അംഗീകാരമാണത്. പണക്കൊഴുപ്പിലൂടെയാണ് എതിരാളി വിജയം കാംക്ഷിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ തന്നെ പാർത്ഥനും തിരിച്ചടിക്കാമല്ലോ. അതെ, അത് തന്നെയാണ് എന്റെ ശരി. എന്താ സംശയമുണ്ട്? എല്ലാം ഇറക്കി വെക്ക്. സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിറക്കി വെക്കണം. മനസ്സിലായോ? എല്ലാം കൃത്യമായിട്ട് ഇറക്കി പോയി. ഇവനിതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു? നോക്കി നിൽക്കാതെ വന്ന് സഹായിക്കും പാർത്ത. പൈന്റ്, പെയിന്റ്, സെറ്റുമുണ്ട്, എല്ലാം എത്തിക്കഴിഞ്ഞു. ഇതേത് ശബ്ദം? ഏത് ശബ്ദം? ഈ ശബ്ദം. അതവന് ശബ്ദം അതല്ലെന്ന്. ആ ശബ്ദത്തിന് എന്തൊരു മാറ്റം? അത് ചിലപ്പോ മഞ്ഞു കൊണ്ടാ. അതൊന്നുമല്ലെന്ന്. പിന്നെ മെല്ലെ മെല്ലെ.
എന്തുവാടേ പറഞ്ഞത് കേട്ടില്ലേ? വന്ന് സഹായിച്ചാട്ടെ. കേട്ടില്ലേ? ഇത് അവന്റെ ശബ്ദം പോലെയാണോ? അവന്റെ ശബ്ദം ഒരുമാതിരി അവനെ പോത്ത് കരയുന്ന പോലെയല്ലേ? ശരിയാണല്ലോ, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കരുണ ഒന്നുകൂടെ പറഞ്ഞേ. എന്ത്? ഒന്നുകൂടെ നീട്ടി പറയാൻ. എന്ത്? അങ്ങനെ നീട്ടി പറയാനല്ല പറഞ്ഞത്, ഒന്നുകൂടെ വലിച്ചു പറയാൻ. ഡയലോഗ് വലിച്ചു കെട്ടി പറയുന്നത് ചരിത്രമാണോ? ഒരു മറ്റം ഇനി ഒരു കാര്യം പറയട്ടെ. ഇത് നമ്മുടെ മാധവേട്ടന്റെ ശബ്ദമല്ലേ? അതെങ്ങനെ ഇവര് കിട്ടി? ഇനി രണ്ടിന്റെ അച്ഛനൊന്നായിരിക്കോ? അച്ഛൻ ഒന്നായതുകൊണ്ട് ശബ്ദം രണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. എന്ത്? അവന്റെ അച്ഛൻ ഒന്നാണോന്ന്. ഓ കരുണ, ഒരു സംശയം, നിന്റെ അച്ഛൻ ഒന്നാണോ? അല്ല 9. അയ്യ അതല്ല, നിന്റെ മാധവേട്ടന്റെ അച്ഛൻ ഒന്നാണോ? ഒന്നാ. അതെ അതെ ഒന്നാ. സാധനങ്ങളെല്ലാം അടുക്കി വെക്കണം. ചേച്ചി മറക്കരുത്. ചേച്ചി മറക്കരുത്. ചട്ടുകം ചിഹ്നം ചിഹ്നം. അല്ല പൈന്റ് പുറകെ വരുന്നു പറഞ്ഞേക്ക്. സന്തോഷായല്ലോ. വിശ്വ നമ്മുടെ സെറ്റ് മുണ്ട് വിതരണം ചെയ്തിട്ട് പെണ്ണുങ്ങളുടെ പ്രതികരണം എന്താ? പ്രതികരണം അറിയണമെങ്കിൽ വെളിയിലോട്ടിറങ്ങി ചുറ്റിക്കറങ്ങി ഒന്ന് നോക്ക്. റേഷൻ കടയിലൊക്കെ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുന്ന പോലെ സെറ്റ് കൊണ്ട് എടുത്തിട്ടാ. അപ്പൊ റേഷൻ കാർഡ് 1 4 ഓട്ടോ. വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കുന്ന എംപോക്കികളെ എന്റെ പണം മുടക്കി ഞാൻ സെറ്റപ്പ് ആക്കിയ സാമഗ്രികളൊക്കെ അടിച്ചു മാറ്റി ഈ പരീക്ഷകൾക്ക് വിതരണം ചെയ്ത് വോട്ട് പിടിക്കാമെന്ന് കരുതിയോടാ നീ? തമ്പി ഒന്നും ഇല്ലാതൊന്നും പറഞ്ഞല്ലോ. ഇല്ലാത്തതാണോ ഉള്ളതാണോ ഞാൻ തെളിയിക്കാവടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നിറയത്തവനെ ഇറങ്ങി പറയടാ. ഞാൻ സെറ്റപ്പ് ആക്കിയ പെയിന്റുകളും സെറ്റ് മുണ്ടുകളും ഒക്കെ എങ്ങനെയാണ് ഇവരുടെ വന്ന്? അതാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല മുതലാളി. നിനക്കൊന്നും അറിയില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാവടാ. അവനൊന്നും അറിഞ്ഞോളൂ പറഞ്ഞു. പിന്നെന്തിനാ തല്ലുന്നത്? വരത്തനായ നീ വന്ന് കയറിയ ശേഷമാണ് ഈ കുഴപ്പങ്ങളൊക്കെ. എന്നോടൊപ്പം നടന്നിട്ട് എന്നെ ശപ്പനാക്കാമെന്ന് കരുതിയോടാ നീ? നടന്നതെന്താണെന്ന് നിന്നെ കൊണ്ട് ഇന്ന് ഞാൻ പറയിപ്പിക്കും. ഉടൽമാല ഞാനിന്ന് എന്താടാ തുറച്ചു നോക്കുന്നത്? സെറ്റ് മുണ്ട് വാങ്ങാൻ പോയപ്പോ എന്ത് സംഭവിച്ചു? പറയാമടാ പുല്ലേ. എന്താടാ വിളിച്ചേ? എടാ കള്ളത്തമ്പി, എടാ നാറിത്തമ്പി, എടാ കൂതറത്തമ്പി, ഇലനക്കി പട്ടിയുടെ ചിറുനക്കി തമ്പി. എടാ സെറ്റുമുണ്ടും പൈന്റും കൊടുത്താല് തന്റെ മോക്ക് വോട്ട് കിട്ടില്ലടോ. അതിനിവിടെ കാര്യശേഷിയുള്ള ആമ്പിള്ളേരാ. ഉച്ചക്ക് മച്ചിക്കാൻ വേണം നായപ്പോലെ ഒന്ന് മോങ്ങാടാ കഴുത. എന്റെ ചോറിൽ നിന്ന് എനിക്ക് പുറകെ വാലാട്ടിയാടുന്ന നീ കവലയിൽ എനിക്ക് നേരെ കുറച്ചാടിയില്ലേ? നീ എന്താണ് എന്നെ വിളിച്ചേ? കൂതറ തമ്പിന്നോ? അയ്യോ, ഞാനോ കൂതറയെന്നോ? മുതലാളിയെ കൂതറയല്ലാത്ത അങ്ങൊന്നിനെ കൂതറയെന്ന് വിളിക്കാൻ മാത്രം കൂതറയാണോ മുതലാളി? ഞാൻ വിളിച്ചിട്ടില്ല. മുതലാളിയാണ് സത്യം വിളിച്ചിട്ടില്ല. വിളിച്ചു, പബ്ലിക്കായിട്ട് വിളിച്ചു. പിന്നെന്താ വിളിച്ചത്? എല്ലാം പട്ടിയുടെ ചിറുതാക്കി തമ്പിന്ന്. അയ്യോ, മുതലാളി ഇലനക്കിയെന്നോ? മുതലാളി ചിറുനക്കിയെന്നോ? ഞാൻ വിളിച്ചിട്ടില്ല. മുതലാളിയാണ് സത്യം, ഞാൻ വിളിച്ചിട്ടില്ല. നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ ഗൗരവമുള്ള വിഷയം കെടുക്കുമ്പോ രണ്ടും കൂടി. എനിക്ക് ഗൗരവമുള്ള വിഷയം തന്നെയത്. പറക്കോട്ട് ഫൽഗുരൻ തമ്പി ഇവന്റെ ഭള്ള് കാരണം അള്ളു കയറിയ വീല് പോലെ നാട്ടുകാരുടെ മുമ്പിൽ പഞ്ചറായത് താൻ കണ്ടില്ല. ഇപ്പൊ പഞ്ചറായതല്ലേ ഉള്ളൂ, ഇനി തന്നെ വെടി തീരാൻ പോവാ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്റെ മോള് കൊടുത്തൊരു വാക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അവന്റെ കെട്ടിയോളായി കൂടെ പോയി പൊറത്തോളാമെന്ന്. അത് തോറ്റാലല്ലേ? അങ്ങനെ ഒരു അവസ്ഥ വന്നുകൂടായികയില്ല. ഭൂരിഭാഗം വോട്ടർമാരും അവന്റെ കൂടെയാണെന്നാ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ തോറ്റാൽ എന്റെ മോള് ഭാമ അവന്റെ കെട്ടിയോളാവണം. എന്റെ ദൈവമേ, അങ്ങനെ ഒരു അവസ്ഥ വന്ന മുതലാളി പിന്നെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ആകാതിരിക്കാനാ അസംബ്ലി സെഷൻ പോലും പേടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നത്. ഈ ഓടുന്ന നായ്ക്ക് എന്തിനാ ഒരു മുഴം മുമ്പേ എറിയണമെന്നല്ലേ വെപ്പ്? അതാണ് ഇവിടെ പ്രയോഗിക്കണം. എന്ത് പ്രയോഗം? തോറ്റാൽ കെട്ടിയോളായിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്ത് ഭാമയല്ലേ? ആ വാക്കിന് വിലയില്ലാതാകണമെങ്കിൽ അവൾക്കൊരു കെട്ടിയോൻ വേണം. അതിന് അവള് കെട്ടിയിട്ടില്ലല്ലോ. കെട്ടിക്കണം. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കെട്ടിക്കണം. അതെങ്ങനെ? അതിനൊരു ചെക്കൻ വേണം. ആ ചെക്കൻ തറവാട്ടി പറഞ്ഞവനാവണം. അവനെ നമുക്ക് ബോധ്യപ്പെടണം. ഇതെന്താ പാർട്ടി ലയനം പോലാണോ? എടിപടിയെന്ന് വെച്ചാ അങ്ങനെ ചെക്കനുണ്ട്. എന്താ മുതലാളി? ഇതാണോ ചെക്കൻ? അതെ. നിനക്ക് വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? ഏയ്, മുതലാളിക്കോ? ഇത് ഫൽഗുനൻ തമ്പി, പെണ്ണിന്റെ ഫാദറാണ്. ഹായ്, ഐ ആം വീരഭദ്രൻ. അകത്തേക്ക് ഇരിക്കാം. ഓ, നൈസ് ഹൗസ്. എനിക്കിഷ്ടം.
വാവൂ. ഇപ്പൊ വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? മുതലാളിക്കോ? എന്താ ഈ ചെക്കനത് ഇങ്ങനെ എങ്ങനെ ഒരുമാതിരി ആണും പെണ്ണും കെട്ട അതൊക്കെ നോക്കാനുണ്ടോ? ഇപ്പോഴത്തെ ഫാഷനല്ലേ? ഭാമയ്ക്ക് ഇഷ്ടപ്പെടണം, അതല്ലേ പ്രധാനം. അവക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുത്തണം, അവിടെയാ തന്റെ മിടുക്ക്. അവൾ ഒരു കഴിഞ്ഞ് വിളിക്ക്. എങ്ങനെയുണ്ട് ചെക്കൻ? നീ കണക്ക് പിടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. 8 1 എത്രയാ? 9. അത് തന്നെ. അയ്യേ ഈ അയ്യേ ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. അപ്പൊ നീയും പറഞ്ഞു. നീ അവൾ എന്ത് പറയോ ആവോ. ഇവിടെ വന്നപ്പോഴേ എനിക്കെല്ലാം ഇഷ്ടമായി. ഇപ്പൊ കുട്ടിയെ കൂടി കണ്ടപ്പോ യു ആർ സോ നൈസ്. പഹലി നസർ മേ തൂ മുझे പസന്ത് ആ ഗയി. നാണമാണല്ലേ? നാണിക്കണ്ട, ഓപ്പണായിട്ട് സംസാരിച്ചോളൂ. ഞാനും ഓപ്പണ. ഭാമ, ഫാന്റാസ്റ്റിക് നെയിം, വീരഭദ്രൻ, അതാണ് എന്റെ പേര്. എന്തെങ്കിലും ഒന്ന് മിണ്ടൂന്നേ. എന്ത് മിണ്ടാൻ? കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാ തന്നെ. പറയടോ, നാണിക്കണ്ട, പറഞ്ഞോളൂ. ഇങ്ങനെയുള്ള ഒരാളല്ല എന്റെ മനസ്സില്. അശ്ശോ, എന്തൊക്കെയാ പറയണേ? പിന്നെ എങ്ങനെയുള്ള ആളാ? പറഞ്ഞോളൂ. മേക്ക് ഇറ്റ് ഫ്രാങ്ക്. ഓപ്പൺ ആയിട്ടാ ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. അതെന്താ? ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷനെ. मैं हारूंगा नहीं. मुझे हराने का मौका कभी नहीं दूंगा. തോൽക്കില്ലടാ ഞാൻ. തോറ്റ് പിന്മാറില്ല വീരഭദ്രൻ. ഒരു കല്യാണ ചക്കനായ തമ്പിയുടെ മുന്നിൽ എന്നെ അവതരിപ്പിക്കാൻ തന്നോട് ഞാൻ ആവശ്യപ്പെട്ടത് അയാളുടെ നക്കാപ്പിച്ച പൊന്നും പണവും പങ്കിട്ടെടുക്കാനല്ല. താൻ അറിയാത്തൊരു ലക്ഷ്യമുണ്ട് എനിക്ക്. അത് നിറവേറ്റിട്ട് വീരഭദ്രൻ മടങ്ങും. ഞാൻ അറിയാത്ത എന്ത് ലക്ഷ്യം? അത് താൻ അറിയാൻ സമയമായിട്ടില്ല. അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ തനിക്ക്? അവൾ കെട്ടാൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷനെയാണെന്ന്. അതിന്റെ അർത്ഥം ഞാനൊരു ആണും പെണ്ണും കെട്ടവനെന്നല്ലേ? ആണും പെണ്ണും ചേർന്നതിന് മറ്റൊരു പേരുണ്ട്, അർദ്ധനാരീശ്വരൻ. സർവസംഹാരത്തിന്റെ താണ്ഡവമാടാൻ പോകുന്ന ശിവാംശമുള്ള അർദ്ധനാരീശ്വരൻ. എന്റെ ആണത്തം അവൾക്ക് തെളിയിച്ചു കൊടുക്കാൻ ഞാൻ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി ഒരു പാർവതി പരിണയമല്ല വേണ്ടത്. അവഹേളനത്തിന് പകരം നൽകാൻ അവളുടെ മനസ്സിനെയല്ല, ശരീരത്തിനെയാണ് കീഴ്പ്പെടുത്തേണ്ടത്. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. കളിച്ച് കളിച്ച് കാര്യങ്ങളൊക്കെ വഷളാവുന്നൊരു തോന്നല്. ഭാമ പേടിക്കണ്ട, വീട്ടിലേക്ക് പോയിക്കോളൂ. പ്രചരണം തീരുന്ന സ്ഥിതിക്ക് നാളെ കുറച്ച് വീടുകളൊക്കെ ഒന്ന് കയറണം, അത്രയല്ലേ ഉള്ളൂ. എന്നെ ഇവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ഭാമയ്യ. ഞാൻ ഇഷ്ടപ്പെട്ടു പോയതല്ലേ, അതുകൊണ്ട് ഇതേ കഷ്ടപ്പെട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മണപ്പള്ളി കാവിലെ ഉണ്ണിയപ്പം. ഭാമയുടെ പേരിൽ ഞാൻ പ്രത്യേകം കഴിപ്പിച്ച വഴിപാടാ. നക്ഷത്രം രേവതിയല്ലേ? എനിക്കറിയാം, MLA പറഞ്ഞിരുന്നു. നാണല്ലേ തനിക്ക്? താനൊരാണാണോ? കണ്ടോ, പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ചോദിച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ വേദനിപ്പിക്കുന്നേ? വീരഭദ്രന്റെ ആണത്ത് നിനക്ക് കാണണോ? കണ്ണോ? കണ്ണോ? കാട്ടിത്തരടി. എന്താ എന്താടാ? ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇന്ന് അവസാനിക്കല്ലേ? ഓ, ആ തമ്പിയും കൂട്ടിൽ അവിടെ കലാശക്കൊട്ട് തുടങ്ങി. കലാശക്കൊട്ടോ? പിന്നല്ലാതെ. ഇവിടെ എത്ര പ്രചരണം നടത്തിയാലും അവസാനത്തെ ഓളത്തിനാ വോട്ടുകൾ മറിയുന്നത്. നീ ഇങ്ങനെ നനഞ്ഞു കുത്തിയിരുന്ന് ഞാൻ ഗോപി അടിച്ചത് തന്നെ. ചെല്ലടാ, അവിടെ എല്ലാ സെറ്റപ്പും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ചെന്ന് ആ തമ്പിയുടെ പ്രകടനം പൊളിച്ചടുക്ക്. ഞാൻ പുറകെ വന്നേക്കാം. അല്ല, അത് എവിടെയാണ്? ആ പൊളിഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഫാക്ടറി ഇല്ലേ, അതിനടുത്താ. വേഗം ചെല്ല്. അല്ല, ഞാനെന്തിനാ അവിടെ നീ വേഗം ചെല്ലടാ. സിംഹക്കുട്ടി പെട്ടുപോയ മുയൽ കുഞ്ഞിന്റെ കഥ അറിയോ ഭാമക്കുട്ടിക്ക്? ഇതുപോലെയാ.
ആദ്യമൊന്നും കൊല്ലത്തില്ല. ഇതിങ്ങനെ കളിപ്പിച്ച് 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 കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കളിപ്പിച്ച് 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 ഒറ്റ പിടിയാ. എന്താ ഹായ്, പാർത്ഥനല്ലേ? ഞാൻ വീരഭദ്രൻ. ഒന്നുവിളെ പറഞ്ഞു മനസ്സിലാക്കൂ പാർത്ഥ. ഞാൻ ഈ ബാമക്കുട്ടിയെ കെട്ടാൻ വന്നതാ. പക്ഷെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കുരങ്ങ് എളുപ്പിക്കുക. പെണ്ണുകാളിലൊക്കെ കഴിഞ്ഞതാ. എന്നിട്ടിപ്പോ കണ്ടോ? പാർത്ഥനൊന്ന് പറഞ്ഞാൽ ബാമക്കുട്ടി കേൾക്കും. ഒന്ന് പറ പാർത്ഥ, പറ പറ. Krishna